Good afternoon once again. ഒരു കണ്ടീഷനും കൂടി നമ്മളിന്ന് കാണുന്നുണ്ട് വിച്ച് ഇസ് ഹെറനിയ. ഇത് കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ചു. ദിസ് ഇസ് ജസ്റ്റ് എ റിവിഷൻ. കഴിഞ്ഞ കൊല്ലം പഠിച്ചത് തന്നെയാണ് ഈ കൊല്ലവും. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പീഡിയാട്രിക്സിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുകയല്ലാതെ പ്രത്യേകിച്ച് ബാക്കിയൊന്നും പറയാനില്ല. ഓർ എൽസ് ഇറ്റ് ഇസ് സെയിം ആസ് വാട്ട് യു ലേൺഡ് ഇൻ ലാസ്റ്റ് ഇയർ. സോ ഹെറനിയ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്താ ഹെറനിയ? Hernia is a protrusion of a portion of an organ or organs through an abnormal opening. So നമ്മുടെ ബോഡിയിലെ ഒരു അബ്നോർമൽ ഓപ്പണിങ്ങിൽ കൂടി ഒന്നെങ്കിൽ ഒരു ഓർഗൻ്റെ പാർട്ടോ അല്ലെങ്കിൽ ഓർഗൻസോ പ്രൊട്രൂഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഹെറനിയ. ഇന്ന് നമ്മൾ നേരത്തെ പഠിച്ച ഗ്യാസ്ട്രോഷിഷ്യസ്, ഓംഫലോസീൽ, അതുപോലെ തന്നെ കൺജനിറ്റൽ ഡയഫ്രമാറ്റിക് ഹെറനിയ, ഇതൊക്കെ ഹെറനിയയുടെ വേരിയസ് ടൈപ്സ് ആണ്. ഇനി എന്തുകൊണ്ടാണ് ഹെറനിയനെ നമ്മൾ പേടിക്കേണ്ടത്? ദ തിങ് ഇസ് ദ ഡേഞ്ചർ ഫ്രം ഹെറനിയേഷൻ ഇസ് ഡ്യൂ ടു impaired circulation or as the protruding organs encroach and impair the function of other structures. So ഹെറനിയയിൽ എന്താ ഉണ്ടാവുക? ഒരു ഓർഗൻ ഒരു അബ്നോർമൽ ഓപ്പണിങ്ങിൽ കൂടി പ്രൊട്രൂഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ചിലപ്പോൾ ആ ഓപ്പണിംഗ് വളരെ ചെറുതാണ് എങ്കിൽ എന്തു പറ്റും? ആ പ്രൊട്രൂഡ് ചെയ്യുന്ന ഓർഗനെ അത് കംപ്രസ് ചെയ്യും, വിച്ച് മേ ഇമ്പയർ ദ സർക്കുലേഷൻ. അപ്പോൾ സാച്ചുറേഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ ദെൻ ദ ഹെറനിയ ഇസ് ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ്. രണ്ടാമത്തെ കാര്യമാണ്, ഇനിയിപ്പോൾ ലാർജ് ഓപ്പണിംഗ് ആണ് ഒരു ഹെറനിയയ്ക്കുള്ള എങ്കിൽ കുറേ കണ്ടൻസ് അതിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്നും വേറൊരു പൊസിഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും അല്ലേ? അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്ന ഏരിയയിലെ ഓർഗൻസിൻ്റെ ഫങ്ഷൻസിനെ അത് എഫക്റ്റ് ചെയ്യും. വൺ ഓഫ് ദി എക്സാമ്പിൾ ഇസ് ഇൻറ്റസ്റ്റൈനൽ കമ്പോണൻസ് ചെസ്റ്റ് ക്യാവിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന CDHൽ അൾട്ടിമേറ്റ്ലി ദ പ്രോബ്ലം വാസ് വിത്ത് ദ organs in the chest cavity, that is the lungs or the heart, and their normal function is affected അല്ലേ? അവിടെ ഓക്സിജനേഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. So that there lies the danger of herniation. Two things are there. One is impaired blood circulation. The next thing is the encroached organs may compress the other organs and impair their functions. ഹെറനിയ ഇനി രണ്ട് ടൈപ്പ് ഉണ്ടാവാം. ഇൻകാർസിനേറ്റഡ് ഹെറനിയ ആൻഡ് സ്ട്രാങ്കുലേറ്റഡ് ഹെറനിയ. ഇൻകാർസിനേറ്റഡ് ഹെറനിയ എന്ന് പറയുമ്പോൾ ഹെറനിയ ദാറ്റ് cannot be reduced easily is known as incarcinated hernia. പെട്ടെന്ന് നോർമൽ മെഷേഴ്സ് വഴി റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഹെറനിയനെയാണ് ഇൻകാർസറേറ്റഡ് ഹെറനിയ എന്ന് പറയാം. രണ്ടാമത്തേതാണ് സ്ട്രാങ്കുലേറ്റഡ് ഹെറനിയ. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷനിൽ സ്ട്രാങ്കുലേഷൻ പഠിച്ചിരുന്നു. സ്ട്രാങ്കുലേഷൻ എന്താ? ഇറ്റ് ഈസ് ഇമ്പയർഡ് സർക്കുലേഷൻ. So hernia in which the blood supply to the herniated organ is impaired is known as strangulated hernia. ഇതാണ് ഹെറനിയയുടെ രണ്ട് മേജർ ടൈപ്സ്, ഇൻകാർസറേറ്റഡ് ഹെറനിയ ആൻഡ് സ്ട്രാങ്കുലേറ്റഡ് ഹെറനിയ. ഇൻകാർസറേറ്റഡ് ഹെറനിയ എന്ന് പറയുമ്പോൾ the hernia cannot be reduced easily. Strangulated hernia എന്ന് പറയുമ്പോൾ the blood supply to the affected organ is affected. The major hernias that may occur in childhood are diaphragmatic hernia, hiatal hernia, inguinal hernia, as well as abdominal wall defects like omphalocele, gastroschisis, as well as umbilical hernia. So ഇതാണ് ഹെറനിയയുടെ മേജർ ടൈപ്സ് ഇൻ ചൈൽഡ്ഹുഡ്. ഒന്നുകൂടെ പറയാം: ഡയഫ്രമാറ്റിക് ഹെറനിയ, ഹയറ്റൽ ഹെറനിയ, ഇൻഗ്വൈനൽ ഹെറനിയ, abdominal wall defects like omphalocele and gastroschisis, as well as umbilical hernia. ഇതിൽ കുറേ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. ഓംഫലോസീൽ പഠിച്ചു, ഗ്യാസ്ട്രോഷിഷ്യസ് പഠിച്ചു, ഹയറ്റൽ ഹെറനിയ പഠിച്ചു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് കണ്ടീഷൻസും കൂടിയാണ് കാണാൻ പോകുന്നത്, വിച്ച് ഇസ് ഇൻഗ്വൈനൽ ഹെറനിയ ആൻഡ് umbilical hernia. First, let's see about inguinal hernia. So inguinal hernia, it is the most common hernia seen in infants and children. It occurs in the groin region and may be unilateral or bilateral. So weak ആയിട്ടുള്ള abdominal organ wall അല്ലെങ്കിൽ abdominal
എന്താ മസിൽ സ്ട്രക്ചേഴ്സിൻ്റെ ഇടയിൽ കൂടി നമ്മളുടെ ബവൽ ഹെറിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻക്വൈനൽ ഹെർണിയ. സോ ഈ ഒരു പിക്ചറിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഹിയർ യു ഹാവ് ദ വീക്ക് അബ്ഡോമിനൽ വാൾ. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ആൻഡ് ഈ ഓപ്പണിങ്ങിൽ കൂടി ഇൻഡസ്റ്റൈൻ വെളിയിലേക്ക് ഹെറിനേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ഇൻക്വൈനൽ ഹെർണിയ. It is more frequent in boys, which occurs in about 90% of the cases, and yet another small population which is affected more is the small baby or premature infants. So it is more common and more frequent in boys, which occurs in about 90% of the cases, and most of the boys, they are born prematurely. കമ്മിങ് ടു ദ പാത്തോഫിസിയോളജി, എങ്ങനെയാണ് ഇൻക്വൈനൽ ഹെർണിയ ഉണ്ടാവുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. ആസ് ദ മെയിൽ ഫീറ്റസ് ഗ്രോസ് ആൻഡ് matures during pregnancy, the testicles they develop in the abdomen and then move down to the scrotum through the inguinal canal. സോ നോർമലി ഒരു ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫീറ്റസിൻ്റെ അബ്ഡോമൻ്റെ ഉള്ളിലാണ് ടെസ്റ്റിക്കിൾസ് ഡെവലപ്പ് ആവുന്നത്. അത് ജനിക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ജനനത്തിന് തൊട്ട് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമോ this testicles will normally migrate into the scrotum, which happens through the inguinal canal. Shortly after birth, the canal closes, preventing the testicles from moving back into the abdomen. സോ ബേർത്തിന് കുറച്ച് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇൻക്വൈനൽ കനാൽ ക്ലോസ് ആവും. ആൻഡ് ദിസ് ഇസ് ടു പ്രിവെൻറ്റ് the testicles from moving back into the abdominal cavity. സോ ഇതുവരെ നമ്മൾ പറഞ്ഞത് മെയിൽ ഫീറ്റസ് വളരുമ്പോൾ അതിൻ്റെ ടെസ്റ്റിക്കിൾസ് അബ്ഡോമനിലാണ് ഗ്രോ ചെയ്യുന്നത്. ആൻഡ് വൺസ് ഇറ്റ് ഇസ് മച്വർ ഇറ്റ് വിൽ ബി മൈഗ്രേറ്റിംഗ് into the scrotum through the inguinal canal. ഇൻക്വൈനൽ കനാൽ ബേർത്ത് വരെ ഓപ്പൺ ആയിരിക്കും. ഇറ്റ് ക്ലോസസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ഓർ very closely after birth. If the closure doesn't happen completely, a loop of the intestine can move into the inguinal canal through the weakened area of the lower abdominal wall, which may result in a hernia. നമ്മൾ പറഞ്ഞു ഈ ഒരു ഇൻക്വൈനൽ കനാൽ ബർത്തിന് തൊട്ട് ശേഷം അത് ക്ലോസ് ആവുന്നു. ബൈ ചാൻസ് ഡ്യൂ ടു എനി ഇൻകംപ്ലീറ്റ് ക്ലോഷർ ഓഫ് ദ inguinal canal, a bowel loop may also migrate into the scrotum and this may result in hernia. Although girls do not have testicles, they do have inguinal canal through which a hernia can develop. സോ നമ്മൾ പലപ്പോഴും ഇത് മെയിൽ ഒരു ടച്ചിൽ പറഞ്ഞു കഴിയുമ്പോൾ ഇത് മെയിൽസിന് മാത്രം ഉണ്ടാകുന്ന രോഗമാണെന്ന് കരുതും. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ആസ് സച്ച്. പെൺകുട്ടികൾക്കും ഈ ഒരു രോഗം കണ്ടെന്ന് വരാം. ഇവിടെ ഇൻക്വൈനൽ കനാൽ ഇല്ലെങ്കിൽ പോലും അബ്ഡോമിനൽ ഏരിയയിലെ വീക്കായിട്ടുള്ള ഏരിയയിൽ കൂടി ഈ ഇൻഡസ്റ്റൈനൽ പ്രൊട്രൂഷൻ സംഭവിക്കാം ടു ദ ഇൻക്വൈനൽ ഏരിയ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ പാത്തോഫിസിയോളജി, ദ മേജർ പാർട്ട് ഓഫ് ദ പാത്തോഫിസിയോളജി. ഇതുവരെ നമ്മൾ പറഞ്ഞത് മെയിൽ ഫീറ്റസ് വളരുമ്പോൾ അതിൻ്റെ ടെസ്റ്റിക്കിൾസ് അബ്ഡോമൻ്റെ ഉള്ളിലായിരിക്കും വളരുക. And towards birth, it is naturally migrated into the scrotum through the inguinal canal. ഈ കനാൽ ബർത്തിന് തൊട്ട് ശേഷം അത് ക്ലോസ് ആവും. അത് ക്ലോസ് ആവാൻ എന്തെങ്കിലും കാരണവശാൽ പറ്റിയില്ല എങ്കിൽ ഇറ്റ് മേ റിസൾട്ട് ഇൻ എ ഹെർണിയ. പെൺകുട്ടികൾക്കും ഈ ഒരു രോഗം ഉണ്ടായെന്ന് വരാം. ഇവിടെ ഇൻക്വൈനൽ കനാൽ ഇല്ലെങ്കിൽ പോലും അബ്ഡോമനിൽ വീക്കായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അതിൽ കൂടി ഹെർണിയേഷൻ സംഭവിക്കാം. The hernia can be reducible and irreducible. If the hernia is reducible, the contents of the hernia sac can be replaced into the abdominal cavity by manipulation. In an irreducible hernia, the contents cannot be reduced or replaced into the abdominal cavity. So, നമ്മുടെ ഹെർണിയ രണ്ട് ടൈപ്സ് ആവാം. റെഡ്യൂസിബിളും ആവാം, ഇറെഡ്യൂസിബിളും ആവാം. റെഡ്യൂസിബിൾ ആണ് എങ്കിൽ ഹെർണിയ സാക്കിലെ കണ്ടൻസിനെയൊക്കെ തിരിച്ച് അതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് നമ്മൾക്ക് മാനിപ്പുലേഷൻ വഴി കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇറെഡ്യൂസിബിൾ ഹെർണിയ ആണെങ്കിൽ ദ കണ്ടൻസ് കനോട്ട് ബി റെഡ്യൂസ്ഡ് ഓർ പാസ്ഡ് ഇൻ ടു ദ അബ്ഡോമിനൽ ക്യാവിറ്റി.